വരാൻ തുടങ്ങി. മന്ദക്കര ഗണപതി ക്ഷേത്രത്തിലെ മന്ദക്കര ഗണപതി വരുന്നുണ്ട്. മന്ദക്കര ഗണപതി ക്ഷേത്രത്തിലെ തേരാണ് ഇനിയിപ്പോ തേര് വരുന്നത്. നമുക്ക് അപ്പോൾ നമുക്ക് ആ തേര് വരുന്നതിന്റെ കാഴ്ചകൾ, തേരിപ്പോൾ അലങ്കാരങ്ങൾ നോക്കൂ, പച്ചയും മഞ്ഞയും എല്ലാം നിറങ്ങൾ മാറി മാറി വരുന്ന ഒരു അലങ്കാരത്തോടു കൂടിയാണ്. നേരത്തെ നമ്മൾ വന്ന തേര് ആ രീതിയിലായിരുന്നില്ല അല്ലേ? ഈ ഇരുട്ടാവുമ്പോൾ ഈ ദേവരഥങ്ങളിലുള്ള ഒരു ലൈറ്റപ്പും കൂടെ ആകുമ്പോഴാണ് അതിന്റെ ഭംഗി ഒന്നുകൂടെ കൂടുന്നത്. അപ്പോൾ ഈ 5 രഥങ്ങൾ ഒന്നിച്ച് സംഗമിക്കുമ്പോൾ, അതായത് പരമശിവനും ശ്രീപാർവതിയും അടങ്ങുന്ന ആ ഒരു ദേവരഥങ്ങൾ, മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും ഉൾപ്പെടെ അടങ്ങുന്ന ആ ഒരു ദേവരഥങ്ങൾ സംഗമിക്കുന്ന ഒരു കാഴ്ച, അത് ചാത്തപുരത്തിന്റെ തേര് കൂടി വരാറുണ്ട്. അപ്പോൾ ഈ 6 തേരുകളാണ് ആകെ. അതിൽ 5 തേരുകളാണ് ദേവരഥങ്ങളായി സംഗമിക്കുന്നത്, തേരുമുട്ടിയിൽ സംഗമിക്കുന്നത്. നമ്മളിപ്പോ തേരുമുട്ടിക്ക് തൊട്ടിപ്പുറത്താണ് നിൽക്കുന്നത്. സാധാരണയുള്ളൊരു കാര്യമാണ് ഈ ദേവരഥ സംഗമം എന്ന് പറയുന്നത്. ഈ തമിഴ് കൾച്ചറുമായിട്ട്, അതായത് തമിഴ് ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്. ഇന്ന് ഈ വേദപാരായണം അതിനേറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. സുജിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഈ തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ഈ ശിവലിംഗം ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പിന്നെ അത് ഇവിടെ പ്രതിഷ്ഠയായി വെക്കുന്നു. അങ്ങനെയാണ് വിശാലാക്ഷി സമേതമായിട്ടുള്ള വിശ്വനാഥൻ ഇവിടെ കാശിയിലെ വിശ്വനാഥനെ പോലെ തന്നെ ഇവിടെ വിശാലാക്ഷി സമേതനായി, പാർവതി സമേതനായ ശിവനായി ഇരിക്കുകയാണ്. അതും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂനിരപ്പിൽ നിന്നും താഴെയാണ്, നമ്മൾ 18 പടികൾ താഴോട്ട് ഇറങ്ങിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുണ്ടമ്പലം എന്നൊരു പേര് കൂടെ ഈ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിനുണ്ട്. അപ്പം തന്നെ കൽപ്പാത്തി പുഴ അരികെ അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു അമ്പലത്തിൽ. അപ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട്, അതായത് ഈ കൽപ്പാത്തിയുടെ തെരുവുകളിൽ ഇക്ബാൽ, ഈ കൽപ്പാത്തിയുടെ തെരുവിൽ ഇത്രയും തിരക്കേറുമെന്ന്, പ്രത്യേകിച്ച് ഈ സന്ധ്യ ആയപ്പോഴേക്കും തിരക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മൾ പോലും ആ തിരക്കിൽ പെട്ട ഒരു ഭാഗത്തേക്കായി. അതെ, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വരെ തിരക്കുകൾ കയറുന്നത്. എവിടുന്ന് വരുന്ന നമ്മള് പുതുശ്ശേരി കാണാൻ വേണ്ടി വന്നാണ്. ആദ്യമായിട്ട് തേര് കാണുന്നത് എങ്ങനെയുണ്ട് കണ്ടപ്പോ? തേര് കണ്ടോ? മന്ദക്കര ഗണപതിയുടെ തേര് കണ്ടോ? ഇപ്പോൾ ദീപാലങ്കൃതമായി. ഓരോ നിമിഷം മാറുമ്പോൾ ഓരോ കളറിലേക്ക് മാറും. പ്രേക്ഷകർക്ക് അത് എത്രത്തോളം ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആ നേരിട്ട് കാണുമ്പോഴേക്കും പിങ്ക്, വയലറ്റ്, മഞ്ഞ, അങ്ങനെ ഈ 7 നിറങ്ങൾ, അതായത് 7 നിറങ്ങൾ മാറി മറിയുന്ന ഒരു മഴവില്ലിന്റെ ഒരു അഴകോടെയാണ് ആ ഒരു തേരിങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്. അത് നമ്മൾ നേരിട്ട് കാണണം. ഒരിക്കലെങ്കിലും കൽപ്പാത്തിയിൽ വന്ന ആ തേര് കാണണം. കൽപ്പാത്തി തേര് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്ന് കാണണം എന്നുള്ളതാണ് അല്ലേ? ഈ തീർച്ചയായിട്ടും ഈ ഒരു ദേശീയ ഉത്സവം എന്നുള്ള തലത്തിലേക്ക് വരെ നമ്മൾ ഇതൊരു ഉയർത്തിക്കൊണ്ടു പോകുന്ന കൽപ്പാത്തി എന്നൊരു പൈതൃക, ഇതിപ്പോൾ പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി. അപ്പോൾ ഈ കൽപ്പാത്തിയുടെ ഉത്സവം എന്ന് പറയുന്നത് ലോക ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു ഉത്സവമാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ടർ ഈ ഒരു ദേവരഥ സംഗമമായി ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മുന്നിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് അല്ലേ? തീർച്ചയായിട്ടും സുജി, അതായത് വലിയ രീതിയിലുള്ളൊരു ആവേശം എന്ന് പറയുന്നത് നമ്മൾ ഈ കടകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ കടകളൊന്നും ഈ ദേവരഥങ്ങൾ ഇന്ന് സംഗമിക്കുന്നു, കൽപ്പാത്തി തേര് ഇന്നോടുകൂടെ അവസാനിക്കുന്നില്ല. ഈ കടകൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവർ 1 മാസത്തോളം ഈ തേരുകട എന്നാണ് അറിയപ്പെടുന്നത്. ഇവരിവിടെ ഉണ്ടാവും, കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്നത്. വലിയ രീതിയിൽ ഈ കച്ചവടക്കാർക്കാണെങ്കിലും ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ കടന്നു പോകുന്ന ആളുകളൊക്കെ നമ്മളിപ്പോ ആ തേര് കടന്നു പോകേണ്ടത് കൊണ്ട് നമ്മളൊന്ന് വശത്തേക്ക് മാറി നിന്നതാണ്. റോഷിമാൽ, തിരക്കിനിടയിൽ ഞങ്ങൾ ഒഴുകി ഇവിടെ വരെ എത്തി. വരാറായി, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങില്ലെങ്കിൽ. അതെ, അപ്പോ തേരിങ്ങനെ അടുത്തടുത്ത് വരികയാണ്. തേരിന്റെ ദൃശ്യങ്ങൾ ഇപ്പൊ പ്രേക്ഷകർ കാണുന്നുണ്ടാവും. തേര് വരുന്നതോടൊപ്പം നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോൾ ഈ അഗ്രഹാര വീഥിയിൽ നിറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞ് എത്ര നാളായിട്ട് തേര് കാണുന്നുണ്ട്? ആദ്യമായിട്ടാണോ കാണുന്നേ? ആണ്. അപ്പോ നേരത്തെ ലൈറ്റ് ഇടുന്നതിന് മുമ്പുള്ള തേരാണോ ഇപ്പോഴത്തെ തേരാണോ ഭംഗി? ഇപ്പൊ വന്നാണല്ലേ ഭംഗി. അപ്പോ ഒരുപാട് നിറങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഈ തേരിന് സ്റ്റിയറിംഗ് ഒന്നുമില്ല, അറിയാമോ? വലിച്ചാ കൊണ്ടിരുന്നേ കണ്ടിട്ട്. അപ്പോ ഇനി അടുത്ത തവണ തേര് വലിക്കണമെന്നുണ്ടോ? വലിക്കണമെന്നുണ്ട്. ഇങ്ങനെ ആദ്യത്തെ തവണ വന്ന് തേര് കണ്ടു, ഇനി അടുത്ത തവണ തേര് വലിക്കുക. അങ്ങനെ വർഷങ്ങളായി തേര് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എത്ര കാലമായി തേരിന് വരാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാണോ? അല്ല, ഞങ്ങൾ വർഷം വരുന്നതാണ്. എല്ലാ വർഷവും വരുന്നതാണ്. ഇവിടെ കൊഴിഞ്ഞാമ്പാറ, പാലക്കാട് 20 കിലോമീറ്റർ അപ്പുറമാണ്. എല്ലാ വർഷവും തേരിന് വന്നാലേ ആ ഒരു വർഷം പൂർണ്ണമാവുള്ളൂ. അതെ, കംപ്ലീറ്റ് ആവുള്ളൂ. കൊട്ടുമുറുകി നമുക്ക് കൊട്ടിലേക്കൊക്കെ പോവാം. കൂടുതൽ കളറാകുന്നത്. സുജിക്ക് എങ്ങനെയുണ്ട് ഈ ഒരു വൈബ്? എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അറിയാതെ താളം പിടിച്ചു പോകും. തീർച്ചയായിട്ടും. ഈ നേരത്തെ നമ്മൾ കണ്ടില്ലേ, പെൺകുട്ടികളടക്കമാണ് ഈ ഒരു ആർപ്പ് വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ തേര് വലിക്കുമ്പോൾ നമ്മൾ ഇത്തരം ആർപ്പ് വിളികളോട് കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? പൊൽപ്പുള്ളിന്നാണ്. കുറെ നേരമായി വന്നിട്ട്? കുറച്ചു നേരമായില്ലേ. ഒരു പേരെന്താ? ഇവിടെ തൊപ്പിയൊക്കെ വെച്ച ഒരാളുണ്ടല്ലോ, വായോ.
വരുന്നോ? അതിൽ നോക്കിക്കേ, കണ്ടോ? ഇതാ ഒരു കുഞ്ഞതിഥി. എത്ര വയസ്സായി മോന്? 2.5 വയസ്സ്. 2.5 വയസ്സ്. ആദ്യമായിട്ടാണോ തേര് കാണാൻ വരുന്നത്? അതെ അതെ. ആണ്. മോളോ? പറഞ്ഞോ. പേരെന്താ? തേര് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ കുമരപുരത്തു നിന്നാണ്, ഗ്രാമത്തിൽ നിന്ന് തന്നെ. നിങ്ങൾ റിപ്പോർട്ടറൊക്കെ കാണാറുണ്ട്, ഒന്ന് ജസ്റ്റ് ഇത് കണ്ടു എന്ന് മാത്രം. നമസ്കാരം. അപ്പൊ റിപ്പോർട്ടർ ഇനിയും കാണണം. ഞങ്ങളതായി കുടുംബപരമായി കാണുകയാണ്, മക്കള് രണ്ടാള്. അല്ലേ? താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ തേര് ഉഷാറാക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ പ്രേക്ഷകർ കുറെ പേരുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തിപരമായ സന്തോഷമാണ്. തീർച്ചയായിട്ടും. അതായത് വലിയ രീതിയിലുള്ള അവരുടെ ഒരു പിന്തുണ, പ്രേക്ഷകരുടെ ഒരു പിന്തുണ തന്നെയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ ഒരു പിന്തുണ തന്നെ. സുജയ്, തേര് വലിച്ചു വരുമ്പോഴുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, ആളുകൾ കൂടുന്നു. തേര് വലിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുറച്ച് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നതാണ്. ചേട്ടൻ ലൈവിലാണ്. അപ്പോൾ ഈ തേര് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറച്ചുകൂടി. ഇപ്പോൾ ഇതാ നോക്കൂ, ഇപ്പോൾ ത്രിവർണ്ണമാണ്. 3 നിറങ്ങൾ വരുന്നു. അതിനുശേഷം അടുത്ത 3 നിറം വരുന്നു. പിന്നീട് ഈ തേരിനി ചെന്ന് അന്തക്കര മഹാഗണപതിയുടെ മുന്നിൽ ചെന്ന് അവസാനിക്കും. മറ്റ് തേരുകൾ ഇതിനു ശേഷം അവിടെ വന്ന് സംഗമിക്കുന്ന ഒരു കാഴ്ച, അതാണ് ഇനി ഏറെ മനോഹരമായി. അന്തക്കര ഗണപതി മടങ്ങി പോവുകയാണ്. ആ മടങ്ങി പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എല്ലാവരും ചേർന്ന് വലിക്കുന്നൊപ്പം തന്നെ തടവച്ചതിനെ തടസ്സപ്പെടുത്തി വളരെ പതുക്കെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ തേര് വരുന്ന ഒരു വേഗം ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ടാസ്ക് ഏറിയ ഒരു കാര്യം തന്നെയാണ്.